പാലക്കാട്ടെ കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ PT5 ചികിത്സ നൽകാനുള്ള രക്ഷാദൌത്യം ആരംഭിച്ചു. ആദ്യം മയക്കുവെടി ഫലം കണ്ടില്ല. വീണ്ടും മയക്കുവെടി വെച്ചിട്ടുണ്ട്. ദൌത്യ സംഘം വനത്തിനുള്ളിലേക്ക് പോയി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിജിതയുണ്ട്. വിജിത, ഈ ഒരു PT5 ചികിത്സ നൽകാനുള്ള രക്ഷാദൌത്യം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം മയക്കുവെടി വെച്ചെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും മയക്കുവെടി വെച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഈ PT5 ആനയെ മയക്കുവെടി വെച്ചു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യ ശ്രമം വിഫലമായിരുന്നു. കുറച്ചു മുൻപ് ഈ ഒരു കവ മേഖലയിലാണ്, വനമേഖലയിലാണ് കാട്ടാനയെ, ആ ഒരു ഭാഗത്താണ് കാട്ടാന നിന്നിരുന്നത്. അവിടെ നിന്നാണ് ദൗത്യ സംഘം ആനയെ മയക്കുവെടി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിഫലമായിരുന്നു ആദ്യ ശ്രമം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആനയുടെ പിൻകാലിൻ്റെ ഭാഗത്താണ് മയക്കുവെടി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വാലുകൊണ്ട് ഇത് തട്ടിക്കളഞ്ഞ് കാടിന് അകത്തേക്ക് ഓടുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് വീണ്ടും മയക്കുവെടി വെക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു ദൗത്യസംഘം കാടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട തുടർ ചികിത്സകൾ നൽകേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനയ്ക്ക് വേണ്ട ചികിത്സയ്ക്ക് എന്തെല്ലാം വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ, കയറടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദൗത്യസംഘം എടുത്തുകൊണ്ട് കാടിനകത്തേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് അടക്കം, എലിഫന്റ് ആംബുലൻസ് അടക്കം സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൗത്യസംഘം അടക്കം അരുൺ സക്കറിയ അടക്കമുള്ളവർ ഉൾപ്പെട്ട ഈ ദൗത്യസംഘം ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രാഥമികമായിട്ട് ഈ ആനയെ മയക്കുവെടി വെച്ച് കണ്ണ് പരിശോധിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു ദൗത്യസംഘം തീരുമാനിച്ചിരുന്നത്. എന്നാൽ 3 ഘട്ടങ്ങളായി 3 തരത്തിലുള്ള പദ്ധതികളായിരുന്നു ദൗത്യസംഘത്തിനുണ്ടായിരുന്നത്. അതായത് പരിശോധിച്ച ശേഷം ആനയെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, പ്രശ്നങ്ങളൊന്നും ആനയ്ക്കില്ലെങ്കിൽ കാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ വിദഗ്ധ പരിശോധനയെല്ലാം വേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് ആനയെ മാറ്റി വിദഗ്ധമായിട്ടുള്ള വേണ്ട ചികിത്സകളെല്ലാം നൽകുമെന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തുടർ ചികിത്സ വേണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിരുന്നു. എന്നാലും ഇപ്പോൾ ഈ ആനയ്ക്കുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഈ ദൗത്യസംഘത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ആന ഈ മയക്കത്തിലേക്ക് പോയതിനു ശേഷം വീണ്ടും ഈ മയക്കത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പരിശോധനയെല്ലാം, വേണ്ട ചികിത്സയെല്ലാം നൽകി തിരിച്ചു പോരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളുമെല്ലാം വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആനയ്ക്ക് വേണ്ട മരുന്നുകളെല്ലാം തന്നെ ഇപ്പോൾ കാടിനകത്തേക്ക് എത്തിക്കുന്ന ഒരു തിരക്കിലാണ് ദൗത്യസംഘം. അതോടൊപ്പം തന്നെ കയറടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാടിനകത്തേക്ക് എത്തിക്കുന്ന ദൗത്യസംഘം അതിനുവേണ്ടി കാടിനകത്തേക്ക് ഓടിക്കയറുന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ആനയ്ക്ക് കാഴ്ചയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അരുൺ സക്കറിയ അടക്കം ഉള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ കാടിൻ്റെ പല ഭാഗങ്ങളിലായി ഉദ്യോഗസ്ഥർ കൃത്യമായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആന ഒരുപാട് ദൂരത്തേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. കണ്ണിന് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദൗത്യസംഘത്തിലുള്ളവർ അവിടെയെല്ലാം വളഞ്ഞ് കൃത്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പരിശോധിച്ചതിന് ശേഷം, ആനയെ വിശദമായി പരിശോധിച്ചതിന് ശേഷം എന്ത് തരത്തിലുള്ള ചികിത്സയാണ് നടപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ചികിത്സയാണ് ആനയ്ക്ക് നൽകേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമുണ്ടാകും. കണ്ണിന് എത്രത്തോളം പരിക്കേറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഇതുമൂലം ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആനയെ പരിശോധിച്ചതിന് ശേഷം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം കണ്ടെത്തിയതിന് ശേഷമായിരിക്കും ആനയ്ക്ക് എങ്ങനെയാണ് ചികിത്സ നൽകേണ്ടത്. ഇവിടെ നിന്ന് ആ ഒരു പ്രദേശത്ത് വെച്ച് തന്നെ ചികിത്സ നൽകി വിടാനാവുമോ, അതോ ബേസ് ക്യാമ്പിലേക്ക് മാറ്റണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിനുശേഷമാണ് തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രമങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ശ്രമം വിജയിച്ചിരിക്കുന്നു. ആനയുടെ അടുത്തേക്ക് ദൗത്യസംഘം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പരിശോധനയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ദീപ്തി, തീർച്ചയായും വിജിത, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ദൗത്യ സംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരുൺ സക്കറിയ അടക്കം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആനയുടെ പരിക്ക് ഗുരുതരമാണെങ്കിൽ ഈ ഒരു ആനയെ പ്രാഥമിക അല്ലെങ്കിൽ ചികിത്സ, മറ്റ് വിദഗ്ധ ചികിത്സകൾ നൽകാൻ വേണ്ടിയിട്ട് ഈ ആനയെ ക്യാമ്പിലേക്ക് മാറ്റും എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പരിക്ക് ഗുരുതരമല്ലെങ്കിൽ ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കാൻ തന്നെയാണോ ഇപ്പോൾ ലക്ഷ്യം? അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബേസ്
ക്യാമ്പിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ നൽകുമെന്നുള്ളൊരു കാര്യമാണ് ദൗത്യസംഘം, അതായത് അരുൺ സക്കറിയ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ഒരുപാടധികം ദൗത്യസംഘത്തിലുള്ള ആളുകൾ, RRG ടീമിലുള്ള ആളുകളെല്ലാം തന്നെ പരിസരത്തെല്ലാമായി നിൽക്കുന്നുണ്ട്. ആനയെ മയക്കുവെടി വെക്കുന്ന സമയത്ത് തന്നെ ആനയുടെ പിൻകാലിന് ഭാഗത്താണ് മയക്കുവെടി വെച്ചിട്ടുണ്ടായിരുന്നത്. ആന വാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് അകത്തേക്ക് ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാഴ്ചയ്ക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആന അധിക സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ദൗത്യസംഘം ആനയെ പരിശോധിക്കാനായി കാടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ആനയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകളും അതോടൊപ്പം തന്നെ കയറടക്കമുള്ള വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ദൗത്യസംഘം കാടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി കൃത്യമായി ആനയെ പരിശോധിച്ചതിന് ശേഷം എന്ത് തരത്തിലുള്ള ചികിത്സയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കും. ആദ്യഘട്ടത്തിൽ എന്തെങ്കിലും അവിടെ വെച്ച് ചികിത്സിച്ച് കാട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ ആനയെ അങ്ങനെ കാടിനുള്ളിലേക്ക് തന്നെ കയറ്റിവിടും. അതല്ലെങ്കിൽ വിദഗ്ധമായി പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റി വേണ്ട ചികിത്സകൾ നൽകും. അതല്ല തുടർ ചികിത്സ, കാലങ്ങളോളമായിട്ടുള്ള ചികിത്സയെല്ലാം വേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികളെല്ലാം തന്നെ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഈ വിദഗ്ധ സംഘം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷമാണ് അല്പസമയത്തിനകം തന്നെ എന്ത് തരത്തിലുള്ള ചികിത്സ നൽകണം എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാവും. ദീപ്തി, ശരി. പാലക്കാട്ടെ കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ PT5 ചികിത്സ നൽകാനുള്ള രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം മയക്കുവെടി ഫലം കണ്ടില്ല, വീണ്ടും മയക്കുവെടി വെച്ചിട്ടുണ്ട്. ദൗത്യസംഘം വനത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി.